ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷത്തിൽ വെടിനിർത്തലിന് ധാരണ. ഹിസ്ബുള്ള ലിറ്റനി നദിയുടെ വടക്കോട്ട് പിന്മാറും. ഇസ്രായേൽ സൈന്യം ലബനൻ അതിർത്തി വിടും. തീരുമാനം അമേരിക്ക സ്വാഗതം ചെയ്തു. അതേസമയം ധാരണയ്ക്ക് പിന്നാലെ ലബനനിൽ വീണ്ടും ഇസ്രായേൽ ആക്രമണമെന്ന റിപ്പോർട്ടുകളുമുണ്ട്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ആര്യ ആർ ദേവനാണ് ചേരുന്നത്. ആര്യ, സമാധാനത്തിന്റെ വാർത്തകൾ വരുന്നു, അതിനിടെ ആക്രമണം വീണ്ടും നടന്നുവെന്ന റിപ്പോർട്ടുകളുമുണ്ട്. ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? അതുതന്നെയാണ് അശ്വതി. നമ്മൾ ലോകത്തിന് ആശ്വാസമായി, പശ്ചിമേഷ്യയ്ക്ക് ആശ്വാസമായി ഒരു വെടിനിർത്തൽ കരാറ് വരുമ്പോൾ അത് വലിയ ഇനി മുതൽ അവിടെ നിന്ന് ആശ്വാസകരമായിട്ടുള്ള വാർത്തകൾ ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിലായി അന്തർദേശീയ മാധ്യമമായ അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ വെടിനിർത്തൽ കരാറ് പ്രാബല്യത്തിൽ വന്നതിന് ശേഷവും ഇസ്രായേൽ ലെബനനിലേക്ക് ആക്രമണം നടത്തി എന്നുള്ളതാണ്. പക്ഷേ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നോ ലെബനന്റെ ഭാഗത്തു നിന്നോ ഔദ്യോഗികമായ സ്ഥിരീകരണം ഈ വിഷയത്തിൽ വന്നിട്ടില്ല. അൽ ജസീറ മാത്രമാണ് ഇത്തരത്തിലൊരു റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണ തോതിൽ ഈ റിപ്പോർട്ടിനെ വിശ്വാസത്തിലെടുക്കാനോ സ്ഥിരീകരിക്കാനോ ഈ ഘട്ടത്തിൽ കഴിയില്ല എന്നുള്ളതാണ്. മാത്രവുമല്ല, ഈ ആക്രമണത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണ്, എത്രയും വലിയ ആക്രമണമാണ് നടത്തിയത് എന്നത് സംബന്ധിച്ചും കൃത്യമായ റിപ്പോർട്ടുകൾ മറ്റ് മാധ്യമങ്ങളിൽ കൂടി ഒന്നും പുറത്തു വരുന്നില്ല എന്നൊരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഈ ധാരണ ലംഘിച്ചു ഇസ്രായേൽ എന്നാണ് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും നമുക്കിനി ഈ ധാരണയിലേക്ക് വന്നാൽ നമുക്കറിയാം, ഇന്ന് പുലർച്ചെ 4 മണി മുതലാണ് ഇസ്രായേൽ ഹിസ്ബുള്ള വെടിനിർത്തൽ കരാറ് പ്രാബല്യത്തിൽ വരുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഇന്നലെ വൈറ്റ് ഹൗസിൽ ലോകത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹമാണ് ഇത്തരത്തിൽ ലോകത്തോട് ഈ ഒരു വിവരം ഔദ്യോഗികമായി അറിയിക്കുന്നത്. ഇത്തരത്തിൽ ഒരു കരാറ് പ്രാബല്യത്തിൽ വരികയാണ്. ഇസ്രായേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള വെടിനിർത്തൽ കരാറ് അതിനൊരു തീരുമാനമായിരിക്കുന്നു. അത് പ്രാബല്യത്തിൽ വരുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരവും ആശ്വാസകരവുമായിട്ടുള്ള വാർത്ത എന്നുള്ള തരത്തിൽ തന്നെയാണ് അദ്ദേഹം ഈ ഒരു വാർത്തയെ അഭിസംബോധന ചെയ്തുകൊണ്ട്, ലോകത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഈ വാർത്ത അറിയിച്ചപ്പോൾ സൂചിപ്പിച്ച കാര്യം. പക്ഷേ എന്നിരുന്നാൽ പോലും അദ്ദേഹം സൂചിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ ഒരു കരാറ് ഹിസ്ബുള്ള ലംഘിക്കുകയാണെങ്കിൽ അതിന് ശക്തമായ തിരിച്ചടി നൽകാൻ ഇസ്രായേലിന് അധികാരമുണ്ട്, അവകാശമുണ്ട് എന്നുകൂടിയുള്ള ഒരു സൂചന കൂടി ജോ ബൈഡൻ മുന്നോട്ട് വെക്കുന്നുണ്ട്. മാത്രവുമല്ല, ബെഞ്ചമിൻ നെതന്യാഹുവും ഈ കരാറുമായി ബന്ധപ്പെട്ട യോഗം നടക്കുന്നതിന് മുമ്പ് തന്നെ വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ട്. ഈ ഒരു വെടിനിർത്തൽ കരാറ് ലംഘിക്കുകയാണ് ഹിസ്ബുള്ള എന്നുണ്ടെങ്കിൽ ശക്തമായ പ്രത്യാക്രമണം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്നുള്ളത്. എന്തായാലും അത്തരത്തിൽ ഒരു പരാമർശം നടത്തിക്കൊണ്ടാണ് ഇന്നലെ സുരക്ഷാ മന്ത്രിസഭാ യോഗം ഇസ്രായേലിൽ ചേരുന്നത്. ആ യോഗത്തിലാണ് ഇത്തരത്തിലൊരു കരാറ് അംഗീകരിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇസ്രായേൽ എത്തുന്നത്. എന്തായാലും തുടക്കത്തിൽ ഇസ്രായേൽ ഈ ഒരു കരാറുമായി ബന്ധപ്പെട്ട ആലോചനകളിൽ മുഴുകിയിരിക്കുകയായിരുന്നു. തിടുക്കപ്പെട്ട് ഈ ഒരു കരാർ അംഗീകരിക്കണമോ എന്നുള്ള കാര്യത്തിലേക്ക് അവർ തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഹിസ്ബുള്ള അതേസമയം തന്നെ ഈ ഒരു തീരുമാനം അംഗീകരിക്കാം, വെടിനിർത്തലിന് തയ്യാറാണ് എന്നുള്ള തരത്തിൽ തുടക്കത്തിൽ തന്നെ ആ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും മധ്യസ്ഥതയിലാണ് ഇങ്ങനെ ഒരു കരാറിലേക്ക് ഇവർ എത്തിയത് എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നാളുകളായി അന്താരാഷ്ട്ര തലത്തിൽ നടന്ന ചർച്ചകളുടെ ഒരു ഫലമായിട്ടാണ് ഇത്തരത്തിലൊരു സമാധാന തീരുമാനത്തിലേക്ക്, കരാറിലേക്ക് ഇസ്രായേലും ഹിസ്ബുള്ളയും എത്തുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ ധാരണ പ്രകാരം ഹിസ്ബുള്ള ലിറ്റനി നദിയുടെ കരയിൽ നിന്ന് പിന്മാറണം, അതേപോലെ ഇസ്രായേൽ സൈന്യവും ലെബനൻ അതിർത്തിയിൽ നിന്ന് പിന്മാറണം എന്നുള്ളതാണ് ഈ കരാർ പ്രകാരമുള്ള ഇരു വിഭാഗങ്ങളും തമ്മിലുള്ള ധാരണ. വെടിനിർത്തൽ നിർദ്ദേശം ചർച്ച ചെയ്യാൻ ഇന്നലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സുരക്ഷാ മന്ത്രിസഭാ യോഗം ചേർന്നിരുന്നു. ഈ യോഗത്തിലാണ് ഔദ്യോഗികമായ തീരുമാനം ഇസ്രായേൽ കൈക്കൊണ്ടത്. അതേസമയം എന്തായാലും US തയ്യാറാക്കിയ ഈ വെടിനിർത്തൽ പദ്ധതി ചർച്ച ചെയ്യാൻ കഴിഞ്ഞ ആഴ്ച വൈറ്റ് ഹൗസ് പ്രതിനിധി MS ഹോക്സ്റ്റെയിൻ ലെബനനും ഇസ്രായേലും സന്ദർശിച്ചിരുന്നു. ലെബനനിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി പിന്മാറാനും ലെബനൻ ഇസ്രായേൽ അതിർത്തിയിൽ 2006 UN രക്ഷാസമിതി പ്രമേയമനുസരിച്ചുള്ള സമാധാന സേനയുടെ കാവൽ തുടരാനുമാണ് US നിർദ്ദേശിച്ചിരുന്നത്. പക്ഷേ ഇത് താൽക്കാലികമായ ഒരു ആശ്വാസം മാത്രമാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന റിപ്പോർട്ടുകൾ. അശ്വതി, അത്തരത്തിലുള്ള സൂചനകളാണ് കഴിഞ്ഞ ദിവസം മുമ്പും ഈ ചർച്ച ഇസ്രായേൽ നടത്തുന്നതിന് മുമ്പ് തന്നെ വന്നത്. കാരണം 60 ദിവസത്തേക്ക് മാത്രമുള്ള ഒരു താൽക്കാലിക വെടിനിർത്തൽ കരാർ മാത്രമാണ് ഇത് എന്നുള്ള സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. തെക്കൻ ലെബനനിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായി പിന്മാറുകയും 60 ദിവസത്തേക്ക് മേഖലയുടെ സമ്പൂർണ്ണ നിയന്ത്രണം ലെബനൻ സൈന്യം ഏറ്റെടുക്കുകയും ചെയ്യുക എന്നതാണ് വെടിനിർത്തൽ കരാറിലെ പ്രധാന നിബന്ധന എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 2006 യുദ്ധം അവസാനിക്കാൻ ഉണ്ടാക്കിയ UN സുരക്ഷാ കൗൺസിൽ പ്രമേയം
1701 ഈ കരാറിലും ബാധകമാണ് എന്ന് പറയുന്നുണ്ട്. ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് ഹിസ്ബുള്ള 30 കിലോമീറ്റർ ദൂരത്തേക്ക് പിന്മാറണമെന്നും കരാറിൽ പറയുന്നുണ്ട്. നിബന്ധനകൾ പാലിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ യുഎസിന്റെ അധ്യക്ഷതയിൽ ഫ്രാൻസ് അടക്കമുള്ള പഞ്ചരാഷ്ട്ര കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട്. ഒക്ടോബർ 8 മുതൽ ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ സൈന്യം ഇസ്രായേലിനെതിരെ ആക്രമണം നടത്തുകയാണ്. നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇസ്രായേലി സമൂഹത്തിനെതിരെയും മിലിറ്ററി പോസ്റ്റുകൾക്കെതിരെയുമാണ് അവർ യുദ്ധം നടത്തിയത്. ശരി ആര്യ, എന്തായാലും ഇസ്രായേൽ ആ വെടിനിർത്തൽ കരാർ ലംഘിച്ചോ എന്നുള്ള കാര്യം വരും മണിക്കൂറുകളിൽ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. ആര്യ ആർ ദേവനാണ് വിവരങ്ങൾ നൽകിയത്.